നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നെന്താ മോളെ ഒരു ഒറ്റയാൾ പരേഡ്? സഹിക്കാൻ വയ്യാത്ത വിശപ്പച്ച. എന്താ കമലാമ്മയ്ക്ക് ഒരു കടന്നൽ കുത്തിയ ഭാവം? അതച്ഛൻ ഇപ്പോഴാണ് കാണുന്നത്. പെണ്ണാണാൻ പോയപ്പോ നോക്കിയില്ലായിരുന്നു. കത്തി എന്റെ കുത്തി കേറ്റി കളയാൻ പറഞ്ഞേക്കാം. ഓഹോ, ഈ മോന്ത ഞാനും ഒന്ന് മര്യാദക്ക് കണ്ടില്ലായിരുന്നു. നീ എന്തിനാണ് ഈ കോമരം തുള്ളുന്നത്? എന്താ നിന്റെ പ്രശ്നം? നിങ്ങളുടെ പുന്നാര മോളെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വന്നതാ. നേരെ ഇത്രയായി കമാന്നൊരു അക്ഷരം അവളെ പറ്റി ഇവള് മിണ്ടിയിട്ടില്ല. ഇവള് തനിയെ പറയോ ഇല്ലയോന്ന് ഞാനും ഒന്ന് നോക്കിയിരിക്കായിരുന്നു. അത് വളരെ മോശമായി പോയി മോളെ. അച്ഛന്റെ വിശേഷങ്ങൾ അറിയാം, അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ആകാംക്ഷയുണ്ട്. നീ വന്നു പറയുന്നു കരുതി കാത്തിരുന്ന് കാണാതെ വന്നാ ഞാനും. പിന്നെ പറയുന്ന കേൾക്കാലോ, ഇടയ്ക്കിടെ പോകുന്ന നാണക്കേടാ അവരെന്ത് വിചാരിക്കും. എന്നിട്ട് ഞാൻ നാണം കേട്ട് അവിടെ പോവാൻ വേണം. അവിടുത്തെ കാര്യങ്ങൾ ചുള്ളുവിളി നിങ്ങൾക്ക് അറിയാൻ വേണം. കൊള്ളാലോ പരിപാടി. എടി, ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കൈപിടിച്ച് ഇറക്കി വിടുമ്പോഴേ ആ വിഷമം മനസ്സിലാവുള്ളൂ മോളെ. നീ പോയാലും ഞങ്ങളുടെ അവസ്ഥ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. അച്ചു ചേച്ചിക്ക് അവിടെ എന്താ അമ്മ കുഴപ്പം? അവിടെ രാജ്ഞി പോലെ കഴിയല്ലേ. കമ്പനിയില് ജോയിൻ ചെയ്യിപ്പിക്കാൻ അവരാവുന്നതും ശ്രമിച്ചു. ചേച്ചി സമ്മതിച്ചില്ല. അതെന്താ അറിയില്ലമ്മേ. ചേച്ചി വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞു. അതും ശരിയാ. നേരത്തെ അവന്തികയായിരുന്നല്ലോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അവന്തിക കമ്പനി കാര്യങ്ങളിലേക്ക് ഇറങ്ങിയപ്പോ സേതുവിന്റെ കാര്യങ്ങൾ പോലും മുടങ്ങി. അത് നല്ല തീരുമാനമായി കമലേ. പതുക്കെ പതുക്കെ മതിയല്ലോ. അതത്ര നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവര് ജോയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് തന്നെ ജോയിൻ ചെയ്യുന്നല്ലേ നല്ലത്. കാരണം അവര് പറഞ്ഞതല്ലേ. ഇല്ലെങ്കിൽ പിന്നെ വീട്ടു കാര്യങ്ങളും എല്ലാവരുടെയും കാര്യങ്ങളും നോക്കി അച്ചു അടുക്കളത്ര നിന്ന് പോവില്ലേ? സാരമില്ല, അത് അവരുടെ കമ്പനിയല്ലേ. നാളെ ഇപ്പോ സച്ചിക്ക് തോന്നി അവളെ വിളിച്ചോണ്ട് പോകാമല്ലോ. അവിടെ ഇപ്പൊ അച്ചുവേച്ചി പറയുന്നത് അവര് കേൾക്കുന്നുണ്ടമ്മേ. ബാക്കി എല്ലാവർക്കും സുഖമല്ലേ മോളെ? അവിടെ എല്ലാരും അച്ഛനും അമ്മയ്ക്ക് അന്വേഷിച്ചു. നിങ്ങൾ ആരും ആ വഴിക്ക് പോവാത്തതിന്റെ കാരണം ചോദിച്ചു. അച്ചു ചേച്ചി നേർച്ചയായിട്ട് കൊടുത്താണോ? തോന്നിയാസം പറയുന്നു. വായി തോന്നൊക്കെ വിളിച്ചു പറയാ. നമുക്ക് പോവാം. പക്ഷേ ഇവളെയൊക്കെ താങ്ങി നിൽക്കുന്നോണ്ടാ നമുക്ക് പോകാൻ പറ്റാം. പോകണം, അധികം വൈകാതെ. അമ്മ എന്നെ ആരാ ഡ്രോപ്പ് ചെയ്തെന്നറിയോ അമ്മയ്ക്ക്? ആരാ? അവിടുത്തെ ഇളയ പൊട്ടനില്ലേ, സന്ദീപ്. മോളെ അങ്ങനൊന്നും പറയാതെ. അത് മര്യാദ കേടാ. എന്ത് മര്യാദ ഉള്ള പയ്യന്. അവനെ പോലുള്ള പയ്യനെ കാണാൻ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അത്രയും പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിലും അവന് യാതൊരു അഹങ്കാരവും ഇല്ലല്ലോ. എന്ത് സ്നേഹം നിറഞ്ഞ ഭവ്യതയുള്ള സ്വഭാവമാണ്. ഒന്നുമില്ലാതെ ഓരോരുത്തന്മാര് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്ത് കാണുമ്പോ ആ സന്ദീപ് എത്ര നല്ല ചെറുക്കനാ. മിസ്റ്റർ പൂവാലൻ, നിങ്ങളെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റാ ഇതൊക്കെ. പക്ഷെ നിങ്ങളെ വിളിച്ചു പറയാൻ നിവർത്തിയില്ലല്ലോ. സച്ചി, ഞാൻ ഈ പ്രോജക്റ്റിന്റെ അഗ്രിമെന്റ് മൊത്തത്തിൽ ഒന്നുകൂടെ പരിശോധിച്ചു. നമ്മുടെ കമ്പനി വക്കീല് പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് നഷ്ടം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ആ പ്രോപ്പർട്ടിയുടെ ട്രസ്റ്റ് അംഗങ്ങൾ തമ്മിൽ ലീഗൽ ഹെയർഷിപ്പ് സംബന്ധിച്ച് കോടതിയിൽ കേസായി. മിക്കവാറും ഉടനെ തന്നെ പ്രോജക്റ്റിന് സ്റ്റോപ്പ് മെമ്മോ വരും. അത് സിവിൽ കേസ് ആയതുകൊണ്ട് അടുത്ത കാലത്തൊന്നും സെറ്റിൽ ആവാൻ സാധ്യതയില്ല. സോ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? അത് മാത്രം പറ. നമ്മൾ ഓൾറെഡി ഒരു നല്ല തുക അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അവരുടെ ട്രസ്റ്റ് ചെയർമാനുമായി സംസാരിച്ചപ്പോൾ ഇനിയൊരു ഫണ്ട് റിലീസിന് സാധ്യതയില്ല പോലും. അവര് തമ്മിലുള്ള ഇഷ്യൂവിന്റെ പുറത്ത് ഫണ്ട് ഫ്രീസായി. ഏടത്തി എന്താ പറഞ്ഞു വരുന്നത്? കമ്പനിക്ക് വന്ന നഷ്ടങ്ങൾക്ക് ഒരു കോമ്പൻസേഷന് ഫയൽ ചെയ്യാം. കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതിനുള്ള നോട്ടീസ് നമുക്ക് കൊടുക്കാം. നീ എന്ത് പറയുന്നു? ഏടത്തി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല.
അങ്ങനെ ഏടത്തി മാത്രം തീരുമാനിച്ചല്ലല്ലോ ഈ പ്രോജക്റ്റ് തുടങ്ങിയത്. അപ്പൊ നിർത്തുന്നതും ഏടത്തിയുടെ മാത്രം തീരുമാനമാവാൻ പാടില്ല. നമ്മൾ ഈ പ്രോജക്റ്റ് തിരഞ്ഞെടുത്തതേ തെറ്റായിപ്പോയി. നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ എടുത്തി. തെറ്റുകൾ പറ്റും. അത് തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ തിരുത്തും. അല്ലെങ്കിൽ ആ തെറ്റിനെ പറ്റി ഓർത്ത് വിഷമിച്ച് കഴിയേണ്ടി വരും. തെറ്റുകൾ പറ്റാതെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. അതിന് തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത വേണം, അത്രമാത്രം. എന്ത് വേണം വേണ്ടെന്ന് ഉറച്ചു തീരുമാനിക്കാൻ കഴിയണം. അത് വേണോ ഇത് വേണോന്ന് മനസ്സൊന്നും ചഞ്ചലപ്പെടാൻ പാടില്ല. ഒരു തീരുമാനം എടുത്താ ആ തീരുമാനത്തിൽ ജീവൻ പോയാലും ഉറച്ചു നിൽക്കാൻ കഴിയണം. അവിടെയാണ് വിജയം. ആഗ്രഹിച്ച് നേടാൻ ത്യാഗം ചെയ്യണം. എടുത്തി ആ പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോ. എൻ്റെ ഒരു താല്പര്യത്തിലാണല്ലോ ആ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തത്. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. കണക്കുകൾ ഒരിക്കലും തെറ്റില്ല സച്ചി. അത് കൂട്ടുന്നവരുടെ തെറ്റാ കണക്കിനെ മൊത്തം തെറ്റിക്കുന്നത്. ഇവിടെ അങ്ങനെ സംഭവിച്ചു പോയി. നീ വിഷമിക്കണ്ട. ഇതല്ലെങ്കിൽ ഇതിലും വലിയ പ്രോജക്റ്റ് നമുക്ക് വേണ്ടി ഉണ്ടാവും. ഇതിലൊക്കെ നിന്റെ സൈൻ വേണം. സച്ചി അവിടെയല്ല, ഇവിടെ താഴെ നോക്ക്. അതൊന്ന് വായിച്ചു നോക്കിട്ട് ഒപ്പിട്. ആ ഫയല് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നാളെ മാനേജറെ ഏൽപ്പിച്ചാൽ മതി. ഇത്ര എളുപ്പമല്ല സച്ചി. നമ്മൾ വളരെ സ്വപ്നം കണ്ട് തുടങ്ങിയൊരു പ്രോജക്റ്റ് പാതി വഴിയിൽ തകർന്നുപോയി. എല്ലാ സ്വപ്നങ്ങളും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഠിന ശ്രമം തന്നെ വേണം. തുടങ്ങാനും മുടങ്ങാനും ഒക്കെ എളുപ്പാ, പക്ഷേ പൂർത്തീകരിക്കാനാ പാട്. ഒരു തീരുമാനം എടുത്താ ആ തീരുമാനത്തിൽ ജീവൻ പോയാലും ഉറച്ചു നിൽക്കാൻ കഴിയണം. അവിടെയാണ് വിജയം. പിരിയാൻ വളരെ കുറച്ച് ദിനങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. പക്ഷേ ഉത്തരവില്ലാത്ത കുറേ ചോദ്യങ്ങളും പരിഹാരമില്ലാത്ത ഒത്തിരി പ്രശ്നങ്ങളും. എൻ്റെ പ്രശ്നങ്ങൾ അത്ര നിസ്സാരമായി 1-2 നാളുകൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ തീരുന്നതല്ല. അതിന് ഞാൻ തന്നെ ഇല്ലാതാകണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.